ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഫീമെയിലിനെക്കാട്ടി ഒരു പടി കൂടുതൽ ഇൻഫെർട്ടിലിറ്റിയുടെ ഇഷ്യൂസ് ഉള്ളത് മെയിലിനാണ്. ഇങ്ങനെയുള്ള രോഗങ്ങൾ ഇതിൻ്റെ ആണോ എന്ന് നമുക്കറിയില്ല, പക്ഷെ ഇതൊക്കെ ഒരു ഫാക്ടർ ആവാം. പറ്റുവാണെങ്കിൽ കുറച്ച് പച്ചക്കറികൾ നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക. അത് നിങ്ങളുടെയോ നിങ്ങളുടെ കുട്ടികളുടെയോ ഹെൽത്തിനെ അത് ശരിക്കും ഹെൽപ്പ് ചെയ്യും. മിക്ക സ്പേമിന് ഇപ്പോൾ തലയില്ല, എന്താ റീസൺ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കാണുന്ന മിക്ക 95% പ്രശ്നവും സ്പേമിൻ്റെ തല ഒടിഞ്ഞതായിരിക്കാം, വളഞ്ഞതായിരിക്കാം. അവർക്കും IVF വേണ്ടി വരും, പക്ഷെ അവർക്ക് ഈ ഒട്ടുമില്ലാത്തവരെ കാട്ടി ബെറ്ററാണ്. എടുത്തു പറയേണ്ടത് ഒരു കാര്യം മംസ് ആണ്. ഈ മുണ്ടിനീരെന്ന് പറയുന്നത് കുഞ്ഞുനാളിൽ ഈ മുണ്ടിനീര് വരുമ്പോൾ അത് കുറച്ച് കൂടി അത് ഈ ടെസ്റ്റിസിലോട്ടും കൂടെ ചിലവർക്ക് ബാധിക്കും, അവരറിയത്തില്ല. പ്രഗ്നന്റ് ആവാൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ഗർഭിണിക്ക് TSH 2.5 താഴെ ആവുമ്പോഴാണ് കറക്റ്റ് അഡിക്വേറ്റ് ഫെർട്ടിലിറ്റി പൊട്ടൻഷ്യൽ കിട്ടുന്നതെന്നാണ് പറയുന്നത്. ഗ്രേഡ് 3-4 വെരിക്കോസിൽ along with sperm abnormality, അതായത് സ്പേം നോർമൽ ആണ്, ഗ്രേഡ് 3 വെരിക്കോസിൽ ഉണ്ടെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ സർജറി ചെയ്താൽ. വെൽനസ് വാച്ചിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് നേരത്തെ നമ്മൾ ഒരു എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. അന്ന് നമ്മൾ പറഞ്ഞത് നമ്മുടെ അതായത് കൊച്ചുങ്ങളെ സംബന്ധിച്ചുള്ള, അതായത് ഒരു യങ് ഗേൾ, ഒരു പെൺകുഞ്ഞിന് വരാവുന്ന ടീനേജ് മുതൽ വരാവുന്ന പ്രശ്നങ്ങളും അതെങ്ങനെയാണ് ഒരു ഇൻഫെർട്ടിലിറ്റി, അതായത് കുട്ടികളുണ്ടാവാത്തൊരു സ്റ്റേജിലേക്ക് അവർ പോകുന്നതെന്നും അതിൽ വരുന്ന ആങ്സൈറ്റി എന്താണെന്നും അമ്മമാരിൽ വരുന്ന പ്രശ്നങ്ങൾ എന്താണെന്നും അവർ തെറ്റായി ധരിച്ചിരിക്കുന്നത് എന്താണെന്നും ഒക്കെ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അവരെ സംബന്ധിച്ചും, പിന്നെ എപ്പോഴും നമ്മൾ പെൺകുഞ്ഞുങ്ങളെക്കുറിച്ച് ഇക്കാര്യത്തിൽ പറയുമ്പോൾ ആണുങ്ങളെ മറന്നു പോവാണ്. ഒരു കുട്ടി ഉണ്ടാവണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരാണും ഒരു പെണ്ണും വേണം, പക്ഷേ ഈ ആണിന് പ്രോബ്ലം ഉണ്ടെങ്കിലും കുട്ടി ഉണ്ടാകത്തില്ല. അപ്പോൾ അതെന്തൊക്കെയാണ് ആണുങ്ങളിൽ വരുന്ന മെയിൽസിൽ വരുന്ന പ്രോബ്ലംസ് എന്താണെന്നും അത് എപ്പോഴാണ് അവരത് അഡ്രസ്സ് ചെയ്യണമെന്നതും. പലപ്പോഴും ഇപ്പോൾ ഒരുപാട് പേര് ഗൾഫിലൊക്കെയാണ് ഒരു ചുരുങ്ങിയ സമയത്ത് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവർക്ക് ഏതൊക്കെ ടെസ്റ്റിലൂടെയാണ് അവർക്ക് നോർമൽ കൗണ്ടിൻ്റെ ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സ്റ്റഡി ചെയ്യാം. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് പറയാനുള്ളത് നമ്മുടെ നേരത്തെ വന്ന എപ്പിസോഡിൽ വന്ന് ധാരാളം പേരുടെ അപ്രിസിയേഷൻ നേടിയ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തന്നെയാണ്. ഡോക്ടറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. താങ്ക് യു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് ഒരുപക്ഷെ ആ PCOD കുറിച്ചൊക്കെയായിരുന്നു. ഏറ്റവും കൂടുതൽ ഇപ്പോൾ പനി വരുന്നു എന്ന് പറയുന്ന പോലെ അമ്മമാർ പറയുന്ന ഒരു സമാധാനം, എൻ്റെ മോക്ക് PCOD ഉണ്ട്. അപ്പോൾ PCOD പറയുന്നതെല്ലാം PCOD അല്ല എന്ന് നമ്മൾ പ്രതിപാദിച്ചു വെച്ചു. പക്ഷേ ഇന്ന് നമുക്ക് ചോദിക്കാനുള്ളത്, ഈ കുട്ടികളെ വളർത്തുന്ന ആ ഒരു സ്റ്റേജിൽ അവരുടെ ആഹാരം എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ടല്ലോ, ന്യൂട്രീഷൻ, അതും ഈ വരുന്ന ഹോർമോണൽ ഇംബാലൻസുമായിട്ടൊരു കണക്ഷൻ ഉണ്ടോ? തൈറോയ്ഡ് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വരുന്നുണ്ട്. ഈ തൈറോയിഡും നമ്മുടെ പീരീഡ്സോ അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റിയുമായിട്ട് എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ? അതിനെക്കുറിച്ചൊന്ന് പ്രതിപാദിക്കാം. ആഹാരത്തിൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞതുപോലെ ആഹാരം നമ്മളൊരു ഇന്ന ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യണം, ഇത്ര കലോറി എടുക്കണം, അങ്ങനെ ഒന്നും വേണ്ട. ഞാൻ പറയുന്നത് നല്ല ഭക്ഷണം കഴിക്കുക, വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുക. അമ്മയും അച്ഛനും ആരാന്നോ വീട്ടിൽ കുക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളാണെങ്കിൽ കുക്ക് ചെയ്യുന്നത്, വീട്ടിൽ ആഹാരം പാചകം ചെയ്ത് കഴിക്കുക. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. 2, പിന്നെ ഈ പറയുന്ന ഇപ്പം സാറിന് അറിയായിരിക്കും, ഞാനൊരു കൃഷിക്കാരനും കൂടെയാണ്. അതെ, അപ്പോഴത്തേക്ക് എനിക്ക് കൃഷി അതിൻ്റെ ഒരു പാഷൻ ആയതുകൊണ്ടാണ്. കുറേ നാളായിട്ടുണ്ട്. ഇപ്പം 2015 തൊട്ടുണ്ട് പശുക്കൾ, ആട്, കോഴി, പച്ചക്കറി കൃഷി. കേരളത്തിൽ ഈ ഫീൽഡിൽ നിൽക്കുന്ന ഇത്രയും ബിസി ആയിട്ടുള്ള ഡോക്ടർക്ക് ഇത്രയേറെ കൃഷിസ്ഥലങ്ങളും ആടും കോഴിയും പശുവും പിന്നെ കൃഷിയും പിന്നെ ഫ്രൂട്ട്സും ഉണ്ടാക്കുന്ന ഒരു ഫാമുള്ള ഒരു ഡോക്ടർ, അതുമാത്രമല്ല ഈ ഡോക്ടർ തന്നെ അവിടെ പോയി ജോലി ചെയ്യുന്നത്. ജോലിക്കാരുടെ എണ്ണം കുറവാണ്. ഇതും കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഇങ്ങനൊരു ഡോക്ടറിനെ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു പാഷനിലേക്ക് കൂടെ നമുക്ക് പോകാം. പറഞ്ഞാൽ അതിലെന്ന് പറഞ്ഞാൽ സാർ, അത് ആക്ച്വലി അത് ഈ നമ്മുടെ ജീനിലുള്ളതാണ്, അല്ലാതെ അത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ജീൻ അപ്പൂപ്പൻ കൃഷിക്കാരനായിരിക്കും, അങ്ങനെ വലിയ അപ്പൂപ്പൻ അച്ഛൻ കൃഷിക്കാരനായിരിക്കും, അങ്ങനെ വന്നതായിരിക്കും. അത് നമ്മുടെ ഉള്ളതാ. അത് നമുക്ക് ഉള്ളത് പലരും കളയാണ് ചെയ്യുന്നത്. ഇത് പക്ഷെ മാറ്റാൻ പറ്റത്തില്ല സാർ. ഇതിപ്പോൾ ഭാര്യയെ ഒരു വലിയൊരു കാര്യം അതിപ്പോൾ പറയാമെന്ന് അറിഞ്ഞൂടാ, എന്നാലും അത് പറയണം. ഹണിമൂണിന് പോയതാ. ഭാര്യ പീഡിയാട്രിഷ്യനാണ്. ഹണിമൂണിന് പോയി മൂന്നാറിലാണ് നിൽക്കുന്നത്. മൂന്നാറിന് തിരിച്ചു വരുന്ന വഴിയിൽ വട്ടവടയിൽ കുറെ കൃഷിയൊക്കെ കണ്ട് തിരിച്ചു വരുന്ന വഴിയിൽ അവിടെ ഇല്ല എല്ലുപൊടിയുടെ ഒരു ഫാക്ടറി ഉണ്ട്.
ഞാൻ നോക്കുമ്പോൾ 50 കിലോ ചാക്കിന് നമ്മുടെ നാട്ടിനെ കാട്ടി വില കുറവ്. അപ്പോൾ ഇല്ല ടെറാനോയിലായിരുന്നു പോയിട്ട് വരുന്ന വഴി ഞാൻ ഒരു മിസ്സായെന്ന് പറഞ്ഞാൽ എല്ലുപടിക്ക് മണം ഉണ്ടെന്ന് അറിയാം, പക്ഷേ ഇത്രയും പ്രശ്നം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് ഞാൻ എടുത്ത് എൻ്റെ ഡിക്കിയിൽ വെച്ച്, പക്ഷെ 3 തൊട്ട് ഇവിടം വരെ ഓടിക്കുക എന്ന് പറഞ്ഞാൽ AC ഇടാൻ പറ്റാത്ത അവസ്ഥയായി പോയി. കാരണം ഇതിൻ്റെ സ്മെല്ല് സാറേ ഇപ്പോൾ കഴിഞ്ഞ തവണയും കൂടെ ഈ ഭാര്യ ഇപ്പോൾ 10 വർഷമായി കല്യാണം കഴിച്ചു, ഇപ്പോഴും ഒരു അബദ്ധം ഒരു എല്ലുപൊടി എനിക്ക് തോന്നുന്നത് ലോകത്തില് ഹണിമൂണിന് പോയിട്ട് തിരിച്ചു വന്ന ഒരു ഡോക്ടർ കപ്പിളിന് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായി കാണുന്നത്. എനിക്ക് തോന്നുന്നത് അവസാനം വരെയും പുള്ളിക്കാരി പറയണമെന്നാണ് ഞാൻ പറയാം. അതപ്പൊ ജീനിന്റെ പോട്ടെ അത് പോട്ടെ. അപ്പോഴത്തേക്ക് പച്ചക്കറികൾ ധാരാളം കൃഷി. വേറെ കാര്യം, ഇപ്പം പുള്ളിക്കാരി പലതും യൂസ്ഡ് ആയിട്ടുണ്ട്. യൂസ്ഡ് ആയത് വേറെ വഴിയില്ല, അതുകൊണ്ടാണ്. അപ്പം പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് പച്ചമുളക് നടുക എന്ന് കഴിയും. നമ്മളൊരു 100 മുളക് നടുകയാണ്. ഒരു കൃഷിക്കാരൻ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കിത് അറിയായിരിക്കും. 100 മൂട് പച്ചമുളക് നടുകയാണെങ്കിൽ നമുക്കൊരു 25 മൂടേ കിട്ടത്തുള്ളൂ. ബാക്കി 75 മൂടിലും കുരുടിപ്പ് രോഗം വരും. പെസ്റ്റിസൈഡ് പോട്ടെ, പെസ്റ്റിസൈഡ് ഇല്ലാതെ നമ്മൾ ജൈവമാണ് ചെയ്യുകയാണെങ്കിൽ 75 പോകും. ഈ കുരുടിപ്പ് രോഗം വരും. കുരുടിപ്പ് രോഗം വരുമ്പോഴത്തേക്ക് മുളക് വന്നു തുടങ്ങും. സാറിന് വേണമെങ്കിൽ ഇന്ന് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചത്. കാരണം മുളക് വന്നു തുടങ്ങുമ്പോൾ തന്നെ ഇത് കുരുടിച്ചങ്ങ് ഇല്ലാണ്ടായി പോകും. അപ്പോൾ 25 മൂടേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു കൃഷിക്കാരൻ, എനിക്കിപ്പം വേറെ കയ്യിൽ നിന്ന് കാശ് കിട്ടുന്നതുകൊണ്ട് എനിക്കത് വിഷയമില്ല, കുരുടിപ്പ് വന്നാലും ഞാൻ മൈൻഡ് ചെയ്തില്ല, എനിക്ക് 25 കിട്ടിയാൽ മതി. പക്ഷെ ഒരു കൃഷിക്കാരൻ 100 മൂട് വാങ്ങുമ്പോൾ അവന് പറ്റത്തില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്യും? പെസ്റ്റിസൈഡ് അടിച്ചേ പറ്റും. നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഇത്ര അളവിൽ അടിക്കണം, ഇത്ര അളവ്, ഇതിനെക്കുറിച്ചെല്ലാം ഒരു കുപ്പിയിൽ എഴുതി വെക്കുന്ന മറ്റേ കണ്ണാടി വെച്ചിട്ടേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അത്ര ചെറുതായിട്ട് എഴുതി വെക്കുന്നത്. അപ്പൊ അവനൊരു ഊഹത്തിലങ്ങ് ഒഴിക്കും, ഊഹത്തിൽ വെള്ളം ഒഴിക്കും, അടിക്കും. ഇതടിച്ച് ചുവട്ടിലിട്ട് കൊടുക്കും, അടിക്കുകയും ചെയ്യും, ഇലയിലടിക്കും. ഈ അടിക്കുമ്പോൾ ഇത് നേരെ മുളകിലോട്ടാണ് സാർ അടിക്കുന്നത്. ഈ അടിക്കുന്ന സാധനം എന്നൊക്കെ പറഞ്ഞാൽ വായിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇതാണ് ഓർഗാനോഫോസ്ഫറസ് പോയിസണിങ്, ആ സാധനമാണ് ഈ അടിക്കുന്നത്. ഇതടിച്ച് ഇതേപോലെ പറിച്ച് ഇതിലാക്കി നമ്മൾ കടയിൽ കൊണ്ടുപോകും. അതാണ് ലഭ്യം. ഇതൊക്കെ എനിക്ക് വളരെ കറക്റ്റായിട്ട് ചെയ്യുന്നോണ്ട് അറിയാം. അപ്പൊ ഇതടിച്ച് ഇതെല്ലാം കൂടെ എടുത്തിട്ട് കടയിൽ കൊണ്ടുപോകുമ്പോൾ എന്തുവാ, ഇത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതായി പോകും, കേടായി പോകും. കേടാവാതിരിക്കാൻ അവരും ആ ചേട്ടന്മാരും കുറച്ച് എന്തെങ്കിലുമൊക്കെ അടിക്കും. അത് എനിക്ക് എന്താ അടിക്കുന്നത് അറിഞ്ഞോടാ, എന്തായാലും അടിക്കും. ഇതെല്ലാം കഴിഞ്ഞല്ലേ സാർ വീട്ടിൽ നമ്മുടെ അടുത്ത് എത്തുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും നമ്മുടെ നാട്ടിലായതുകൊണ്ട് ഇതൊന്നും വലിയ പ്രശ്നവുമില്ല. നമ്മളിപ്പോൾ ദുബായിലാണെങ്കിലോ അല്ലെങ്കിൽ US-ലാണെങ്കിലോ ചിന്തിക്കാൻ പറ്റുമോ? അവരിത് പൊക്കി കഴിഞ്ഞാൽ ആ കമ്പനി ആ ദിവസം പൂട്ടത്തില്ല, ആളകത്ത് പോവുകയും ചെയ്യും. അപ്പോൾ വേറെ ഒരു രാജ്യത്തിനും നടക്കാൻ പറ്റാത്ത, ഈവൻ എനിക്കറിയാവുന്ന ഒരു സ്ഥലത്തുണ്ട്, ഒരു ചൈനയിലായിരുന്നു. അവിടുത്തെ പാൽപ്പൊടിയിൽ ഒരു മിനറൽ കൂടിപ്പോയെന്ന് പറഞ്ഞാൽ പാൽപ്പൊടിയുടെ കമ്പനിയിൽ 2 പേരെ ഹാങ് ചെയ്തു, തൂക്കി. സിവിലിനും അവിടെ വധശിക്ഷയാണ്. അതിലേതോ ഒരു കെമിക്കൽ കൂടി കുട്ടികൾക്ക് റീനൽ സ്റ്റോൺ കൂടി ആ ഒരു 2-3 വർഷം അപ്പോഴത്തേക്ക് സംഭവിച്ചു. അപ്പോൾ അത്രയും സ്ട്രിക്റ്റ് ആണ് ബാക്കിയുള്ളത്. നമ്മുടെ അവിടെ ഒന്നുമില്ല. ഉണ്ട്, എന്നാലും വളരെ എളുപ്പത്തിൽ. അപ്പൊ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ ഇതല്ലേ നമ്മളെല്ലാരും കഴിക്കുന്നത്. എല്ലാ ദിവസവും ജനിക്കുമ്പം തൊട്ട് ഈ കുട്ടികളെല്ലാം ഇത് തന്നെയല്ലേ കഴിക്കുന്നത്. സ്വാഭാവികമായിട്ടും എന്ത് പറ്റും, ഇങ്ങനെയുള്ള രോഗങ്ങൾ ഇതിന്റെ ആണോന്ന് നമുക്കറിയില്ല, പക്ഷെ ഇതൊക്കെ ഒരു ഫാക്ടർ ആവാം. പക്ഷെ നമ്മൾ ജൈവം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ജൈവം കഴിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റി ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. വീട്ടിൽ സാർ ഒരു 5 വെണ്ടയ്ക്ക, വഴുതനങ്ങ, ഒരു 10 കൂട് പച്ചമുളക്, കുറച്ച് പയർ, ഇതാക്കും നടാം. ഉള്ള എവിടെയെങ്കിലും നടാം. ഇതിനൊരു ഇച്ചിരി സ്ഥലം. ഈ വഴുതനങ്ങയുടെ കാര്യം എൻ്റെ വൈഫ് പറഞ്ഞിട്ടുണ്ട്, ദേവി അതിനിവിടെ വഴുതനങ്ങ വെക്കരുതാ പറഞ്ഞത്. കാരണം ഒരു മൂട് മതി, എല്ലാ ദിവസവും വഴുതനങ്ങ കിട്ടും. കാരണം ഇതെല്ലാ ദിവസവും കഴിക്കട്ടെ, എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ പുള്ളിക്കകത്ത് കഴിച്ചു മടുത്തിട്ട് പറഞ്ഞ് ദേവി ഞാൻ വെട്ടിക്കളയല്ലേ എന്ന് പറഞ്ഞു. കാരണം വഴുതനങ്ങ ഇഷ്ടം പോലെ കിട്ടും. ഒന്നും ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ഇത് പ്രേക്ഷകരോട് എന്തെങ്കിലും ഒരു ടിപ്പ് ഞാൻ പറയാൻ പറഞ്ഞു, നിങ്ങൾ പറ്റുവാണെങ്കിൽ കുറച്ച് പച്ചക്കറികൾ നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക. അത് നിങ്ങളുടെയോ നിങ്ങളുടെ കുട്ടികളുടെയോ ഹെൽത്തിനെ അത് ശരിക്കും ഹെൽപ്പ് ചെയ്യും. നമ്മൾ പറഞ്ഞു വന്ന PCOD-യുടെ ഒരു റീസണിലാണ് ഈ കാര്യം പറഞ്ഞത്. പാലിലൊക്കെ എന്ത് മായമാണ് സർ, ഒരു രക്ഷയില്ല. നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പാലിനൊക്കെ എത്രയോ പേര് അത് പിടിക്കുന്നു. ഇതൊന്നും പാലല്ല എന്ന് പറഞ്ഞ് പിടിക്കുന്നുണ്ട്. അത്രയും മായം ഉപയോഗിക്കുന്നുണ്ട്. അതുള്ള ഒരുപാട് ഫാക്ടേഴ്സ് വന്നാണ് ഈ കുട്ടികളുടെ അതൊരു ഫാക്ടറാണ്. എൻവിറോൺമെന്റ് ഫാക്ടർ ആവാം, പൊല്യൂഷൻ ആവാം,
അല്ലേ? ഇതെല്ലാം ഒരു ഫാക്ടർ ഇതെല്ലാം കാരണം ഈ ഒബീസിറ്റിയിലെത്തുന്നു. ഒബീസിറ്റി ഒരു കാരണമാണ്. ലീഡ്സ് ടു ഇൻഫെർട്ടിലിറ്റി. അത് നമുക്ക് മെയിൽ ഇൻഫെർട്ടിലിറ്റിയെ കുറിച്ചൊന്ന് പറയാം. എപ്പോഴാണ് നമ്മൾ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ സൈൻസ് ആണ് അവർക്ക് ആ രീതിയിൽ വരുന്നത്? സാർ, മെയിലിനെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഫീമെയിലിനെക്കാട്ടി ഒരു പടി കൂടുതൽ ഇൻഫെർട്ടിലിറ്റിയുടെ ഇഷ്യൂസ് ഉള്ളത് മെയിലിനാണ്. തീർച്ചയായിട്ടും. അതെ, ഫീമെയിലിന് നമുക്ക് കണക്ക് പ്രകാരം പറയുന്നത് 10.5 to 14% ഓഫ് ദ ഫീമെയിൽസിനാണെന്നാണ് പ്രശ്നം. മെയിലിന് ഓൾമോസ്റ്റ് 15.8% മെയിൽസിനാണ് അവിടെ പ്രശ്നം. അപ്പോൾ 1% കൂടുതൽ ആണുങ്ങൾക്കാണ് അവിടെ പ്രശ്നം. അപ്പോൾ ഏതൊരു ഫെർട്ടിലിറ്റി ഇവാലുവേഷൻ ആണെങ്കിലും ഫസ്റ്റ് തിങ് ഞാൻ സാധാരണ പറഞ്ഞ കുറച്ച് ടെസ്റ്റുകളുണ്ട്. ഇപ്പോൾ ഫീമെയിൽ എൻ്റെ അടുത്ത് വരികയാണ്, 8 മാസമായി 10 മാസമായി കുട്ടികളില്ല, എൻ്റെ അടുത്ത് വരികയാണ്, ഒരുമിച്ച് നിൽക്കുന്നു, കുട്ടികളില്ല. ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത് ഫീമെയിലാണ് ഈ തൈറോയിഡ്, പ്രൊലാക്റ്റിൻ, ഷുഗർ, ഒരു ബേസ് ലൈൻ അൾട്രാസൗണ്ട്. ഈ 4 ടെസ്റ്റുകൾ ഇത്രയും മതി. 4 ടെസ്റ്റ്. ഒരു യങ് ഫീമെയിൽ ഒരു 35 ആകുമ്പോൾ ചിലപ്പോൾ AMH കൂടെ ഞാൻ ചെക്ക് ചെയ്യും. മെയിൽ എല്ലാം കൂടെ ഒരു 1,500 രൂപ ടെസ്റ്റ്. 1,500 ടെസ്റ്റ് AMH കൂട്ടാതെ. AMH 1,500 രൂപ, ബാക്കി എല്ലാം കൂടെ 1,500 രൂപ. മെയിലിന് സെമൻ അനാലിസിസ്, തൈറോയിഡ്, ഷുഗർ, ദാറ്റ്സ് ഇറ്റ്. 3 ടെസ്റ്റ് മതി. പക്ഷേ ഈ സെമൻ ടെസ്റ്റ് ചെയ്യുമ്പം കുറച്ചൊരു ആൻഡ്രോളജി ഫെസിലിറ്റി ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് ചെയ്യുവാണെങ്കിൽ ബെറ്റർ. കാരണം അവരല്ലേ ട്രെയിൻഡ്. അപ്പം അവർക്കാണ് ഈ മോർഫോളജി ഒക്കെ അസസ് ചെയ്യാൻ പറ്റുന്നത്. ഘടന ഒരു സ്പേമിന്റെ തല ഇങ്ങനെ ഇരിക്കണം, വാലിങ്ങനെ ഇരിക്കണം എന്നൊക്കെ. മിക്ക സ്പേമിന് ഇപ്പൊ തലയില്ല. എന്താ റീസൺ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കാണുന്ന മിക്ക 92%, 95% പ്രശ്നവും സ്പേമിന്റെ തല ഒടിഞ്ഞതായിരിക്കാം, വളഞ്ഞതായിരിക്കാം. ഹെഡ് അബ്നോർമാലിറ്റീസ് ആണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ മോർഫോളജിക്കൽ അബ്നോർമാലിറ്റീസ് വളരെ കൂടുതൽ, എസ്പെഷ്യലി പുറത്ത് വർക്ക് ചെയ്യുന്നവർ, UAE-ലൊക്കെ വർക്ക് ചെയ്യുന്നവർ. അപ്പോൾ UAE-ൽ വരുന്ന ഒരാളുടെ സ്പേം കാണുമ്പോൾ എനിക്ക് 100% ഉറപ്പാണ് മോർഫോളജി പ്രശ്നമായിരിക്കും. പക്ഷെ ആ മോർഫോളജി വെച്ചിട്ട് കുട്ടിയൊക്കെ ആവും. പോയാലും പ്രശ്നമില്ല, പൈസ നമുക്ക് വന്നല്ലോ. അപ്പം അത് എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറുമായിട്ട് കണക്റ്റഡ് ആണോ? ആയിരിക്കും. അവര് ജനിച്ച് വളർന്ന ഒരു അറ്റ്മോസ്ഫിയറിലല്ലോ അവർ ജോലി ചെയ്യുന്നത്. അപ്പൊ അതായിരിക്കാം. ഈ ടെസ്റ്റസ് വളരെ സെൻസിറ്റീവാണ്. ഈ ഹീറ്റ് സെൻസിറ്റീവാണ്. അപ്പൊ ഈ പറഞ്ഞ ചൂടും ഉഷ്ണവും ഒക്കെ ആയിരിക്കാം ഈ ഒരു അബ്നോർമാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഈ ഹെഡിനെ കുറിച്ച് പറയും. ഹെഡാണ് ഇതിനെ മുമ്പോട്ട് നയിക്കുന്ന ഇടിച്ചു കയറും വേണം. ഈ നമ്മുടെ ഊസൈറ്റ് എഗ്ഗിന്റെ ഷാർപ്പ് ഗ്യാപ്പും ഒക്കെ വേണം. ജോയിൻ ചെയ്യണം. അതില്ല, ഒടിഞ്ഞിരിക്കാനേ പിന്നെ പറ്റത്തില്ല. അപ്പൊ ഈ ടെസ്റ്റുകൾ ഞാൻ ചെയ്യുന്നു. ഇത് ചെയ്യുമ്പോൾ ഞാനൊരു ഇതിനെ ഇപ്പം ചിലവർ സ്പേം ടെസ്റ്റ് ആയിട്ട് എൻ്റെ അടുത്ത് വരുമ്പം പറയും, ഡോക്ടറെ എനിക്ക് 35 മില്യൺ ആയിരുന്നു, ഞാൻ ഇന്ന സ്ഥലത്ത് പോയി മരുന്ന് കഴിച്ച് ഇപ്പം 37 മില്യൺ ആയി. പക്ഷെ അതൊക്കെ തെറ്റാണ്. അതിപ്പോൾ ഇന്ന് 35 ആയിരിക്കും, നാളെ 25 ആവും, നാളെ 42 ആവാം. അതൊന്നുമല്ല. നമ്മളൊരു മൊത്തത്തിലൊന്ന് 4 ഞാൻ ക്രൈറ്റീരിയ. ഒന്ന് സീറോ സ്പേം, അസൂസ്പേമിയ. സ്പേം ഇല്ല. അയാൾക്ക് എന്തായാലും വലിയ ടെസ്റ്റുകളിലൂടെ വലിയ ചികിത്സയിലൂടെയൊക്കെ കുട്ടികളാവാം. തീർച്ചയായിട്ടും ഇപ്പൊ അസൂസ്പേമിയൊക്കെ എത്രയോ പേർക്ക് നമുക്ക് കുട്ടികളായിട്ടുണ്ട്. മാർഗങ്ങളുണ്ട്. അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതായിട്ട് വരാം. പാറ്റേൺ ആണ്. നമ്മളത് ഈ ടോക്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഒന്ന് ബീജം ഇല്ലാത്ത അവസ്ഥ, 2 മില്യൺ, 3 മില്യൺ, 4 മില്യൺ, വളരെ കുറഞ്ഞ ബീജം. അവർക്കും IVF വേണ്ടി വരും. പക്ഷെ അവർക്ക് ഈ ഒട്ടുമില്ലാത്തവരെ കാട്ടി ബെറ്റർ ആണ്. നോർമൽ എത്ര 15 മില്യൺ. 15 മില്യൺ ആണ് ഒരു മെയിലിന് വേണ്ട നോർമൽ കൗണ്ട്. 5-6 ഫാക്ടേഴ്സ് ഉണ്ട്. 5-6 ക്രൈറ്റീരിയയിൽ ഒരു ക്രൈറ്റീരിയ കൗണ്ടാണ്. ആ കൗണ്ടിൽ 15 മില്യൺ വേണം. അപ്പൊ ഞാൻ പറഞ്ഞ 2-3 മില്യൺ അവരൊരു ക്രൈറ്റീരിയ. സെക്കൻഡ് ക്രൈറ്റീരിയ ഈ 15, 16 ആ ഒരു നോർമൽ റേഞ്ച്. പക്ഷേ അത് ലോവർ സൈഡാണ്. ഇവർക്കാണ് ചിലപ്പോൾ ഒരു IUI ഒക്കെ ചിലപ്പോൾ വേണ്ടി വരുന്ന കുറച്ച് ആൾക്കാർ ചെറിയ ട്രീറ്റ്മെന്റിലൂടെ ആവാൻ സാധ്യതയുണ്ട്. പിന്നെ നോർമൽ. ഈ നോർമൽ എന്ന് പറഞ്ഞാൽ 25 നോർമലാണ്, 45 നോർമലാണ്, 65, 100 നോർമൽ. അപ്പൊ അതിലൊന്നും ആൾക്കാർ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. 25 55 അതൊക്കെ മില്യൺ ആയാലും ക്വാളിറ്റി ഓഫ് സ്പേം ആണ് ഇമ്പോർട്ടന്റ്. വെരി ഇമ്പോർട്ടന്റ്. ക്വാളിറ്റി എത്ര ഫാസ്റ്റ് മൂവ് ചെയ്യാൻ പറ്റും, അനങ്ങാൻ പറ്റും. റോക്കറ്റ് പോലെ ഇങ്ങനെ അതെ നേരെ പോകാൻ പറ്റുമോ, ചരിഞ്ഞാണോ, ചരിഞ്ഞങ്ങ് പോകും. എഗ്ഗിന്റെ സൈഡിൽ കൂടെ ഇത് നേരെ മൂവ് ചെയ്യാൻ പറ്റുന്നവർക്ക് പ്രോഗ്രസീവ് മോട്ടിലിറ്റി എന്ന് അതിന് പറയുന്നത്. പ്രോഗ്രസീവ് മോട്ടിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. 30% ബീജം പ്രോഗ്രസീവ് മോട്ടൈൽ അയക്കണമെന്നാണ്. പിന്നെ മോർഫോളജി, കാണാൻ കൊള്ളാവുന്ന ഷേപ്പ്. ആ ഷേപ്പ് 4% മുകളിലെങ്കിലും നല്ല ഷേപ്പുള്ള ബീജമായിരിക്കണം. അതുകൊണ്ട് പിന്നെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ പുറത്തുള്ളവർക്ക് കുറവാന്ന് പറഞ്ഞാൽ അവർക്ക് മിക്കവരും ഈ മോർഫോളജി 2%, 1% ഒക്കെ കാണുന്നത്. അതായത് 99% സ്പേമും അബ്നോർമൽ ആയി. എന്തുകൊണ്ട് ആണുങ്ങൾക്ക് ഇത് വരുന്നു? ആണുങ്ങളുടെ
ഈ അസൂസ്പെർമിയ ബീജം ഇല്ലാത്ത അവസ്ഥ പോട്ടെ, അവർക്ക് അതിന് കുറേ കാര്യങ്ങളുണ്ട്, കുറേ റീസൺസ് ഉണ്ട്, അതിനോട് നമ്മൾ ടച്ച് ചെയ്യുന്നില്ല. നമ്മൾ എടുത്തു പറയേണ്ടത് ഒരു കാര്യം മംസാണ്. ഈ മുണ്ടിനീരെന്ന് പറയുന്നത് കുഞ്ഞുനാളിൽ ഈ മുണ്ടിനീര് വരുമ്പോൾ അത് കുറച്ച് കൂടി അത് ഈ ടെസ്റ്റിസിലോട്ടും കൂടെ ചിലവർക്ക് ബാധിക്കും, അവരറിയത്തില്ല. അപ്പോൾ അത് മംസ് ഓർക്കൈറ്റിസ് എന്ന് പറയുകയും അത് കാരണം അസൂസ്പെർമിയ സീറോസ്പെർം ആവുകയും റീസൺ മംസ കുഞ്ഞുനാളിലുണ്ടായ മുണ്ടിനീരായിരിക്കും. പിന്നെ ഇന്ന് ഈ അടുത്ത കാലത്ത് വന്നൊരു പയ്യൻ, അവനാണെങ്കിൽ കളിച്ചോണ്ടിരുന്നപ്പം അവന് നല്ലൊരു ഇടി അവിടെ കിട്ടി, സ്ക്രോട്ടത്തിൽ കിട്ടി, നല്ല വീക്കം ഉണ്ടായിരുന്നു, 10-12 വയസ്സേ ഉള്ളായിരുന്നു, വീട്ടിൽ പറയാൻ പേടിയായിരുന്നു. 3 ദിവസം കഴിഞ്ഞിട്ടാണ് അവൻ വീട്ടിൽ പറഞ്ഞത്. വീട്ടിൽ പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ആക്ച്വലി ഇത് ടോർഷൻ അടിച്ച് ആ ടെസ്റ്റിസ് പോയി. പിന്നെ അവിടുത്തെ ഏതൊരു ഡോക്ടറെ കാണിച്ച് ഡോക്ടറെ സർജറി ചെയ്ത് നീക്കം ചെയ്ത് അവൻ നോക്കിയപ്പോഴത്തെ അസൂസ്പെർമിയ ആയിരുന്നു. അപ്പം മറ്റേ ടെസ്റ്റിസും ട്രോമ ഉണ്ടായി കാണാം. അപ്പോൾ ഏത് പെയിൻ സ്ക്രോട്ടത്തിൽ ഉണ്ടായാലും ഒന്ന് കാണിക്കുന്നത് നല്ലതാണ്. ടോർഷനാണ് ഇത്ര സമയം കൊണ്ട് ഓപ്പറേറ്റ് ചെയ്താൽ നമുക്ക് തിരിച്ചു കിട്ടും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എത്ര അവേഴ്സിനകം അപ്പോഴേ പോകണം. നീരും വീക്കവും സ്ക്രോട്ടത്തിലുണ്ടെങ്കിൽ അപ്പോഴേ പോകുന്നത് തന്നെയാണ്. അപ്പൊ ഈ ഒന്ന് ട്രോമ, ഒന്ന് ഞാൻ പറഞ്ഞ മംസ്, പിന്നെ ഈ കുഞ്ഞുനാളിലുള്ള റേഡിയേഷൻ എക്സ്പോഷർ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഈ ആൺകുട്ടികൾക്ക് പ്രശ്നങ്ങളുണ്ടാവാം. പിന്നെ അല്ലാതെ തന്നെ നമുക്കൊരു നല്ല വൈറൽ പനി വന്നെന്ന് വിചാരിക്കാം, നല്ല പനിച്ച് കിടക്കുകയാണ് ആള്, അവനൊരു 2 ആഴ്ച കഴിയുമ്പോൾ പോയി സെമൻ ടെസ്റ്റ് ചെയ്യും, അവന് 0 ആയിരിക്കും. അതാ ആ ടെമ്പറേച്ചർ കൂടിയോണ്ട് ആ ഉള്ള പൂൾ ഓഫ് സ്പോംസ് എല്ലാം എത്തുന്നേ. അപ്പൊ അവർക്ക് നമ്മളൊരു റീഅഷ്വറൻസ് ഹിസ്റ്ററി എടുക്കുക, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഒരു റീഅഷ്വറൻസ് നൽകിയിട്ട് ഡെഫിനറ്റ്ലി ഒരു 6 ആഴ്ച കഴിയുമ്പോൾ ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. നോർമൽ ആണെങ്കിൽ, നോർമൽ ആയിരുന്നു. എല്ലാ വൈറൽ ഫീവറും അങ്ങനെ വരണമെന്നില്ല, പക്ഷേ ഇങ്ങനെ വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൽ ഇൻഫെർട്ടിലിറ്റിയുടെ പല റീസൺസ്. അപ്പോൾ അത് അസസ് ചെയ്യുന്നു ഈ ടെസ്റ്റിലൂടെ. സെമൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെ ഉണ്ടെന്നുള്ളത്. ബാക്കി തൈറോയ്ഡ് സാറ് പറഞ്ഞ പോലെ തൈറോയ്ഡ് ആ പെർട്ടിക്കുലർ ലെവലിൽ ഇപ്പം പറയുന്നത് സ്ത്രീകൾക്കാണെങ്കിൽ 2.5 താഴെ വേണമെന്നാണ് പറയുന്നത്. TSH പണ്ട് 4 ഒക്കെ നോർമലാണ്, എനിക്ക് സാറിന് നോർമലാണ്. പക്ഷെ ഒരു പ്രഗ്നന്റ് ആവാൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ഗർഭിണിക്ക് TSH 2.5 താഴെ ആവുമ്പോഴാണ് കറക്റ്റ് അഡിക്വേറ്റ് ഫെർട്ടിലിറ്റി പൊട്ടൻഷ്യൽ കിട്ടുന്നതെന്നാണ് പറയുന്നത്. അത് നമ്മൾ ആ സമയത്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമായിരിക്കും. അതെ, അത് ഞാൻ പറഞ്ഞല്ലോ, പെൺകുട്ടികളും ചെയ്യുന്നു, ആൺകുട്ടികളും TSH മസ്റ്റായിട്ട് നമ്മൾ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ മെയിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം കണ്ടു, ഒരു കൗണ്ടിൻ്റെ ഇഷ്യൂ കണ്ടു, വാട്ട് ഈസ് ദ നെക്സ്റ്റ് പ്രൊസീജിയർ? അത് മരുന്ന് കൊണ്ടാണ് ആദ്യം നോക്കുന്നത്, അതോ അവരുടെ അടുത്തും ഈ ഞാൻ ഈ പറഞ്ഞ 4 കാറ്റഗറിയിൽ ഏത് കാറ്റഗറി ആണെന്നനുസരിച്ച്. ഇപ്പൊ അസൂസ്പെർമിയാണ്, മരുന്ന് കൊണ്ട് നടക്കില്ല. അസൂസ്പെർമിയ തന്നെ ഈ അതായത് ബീജം തീരെ ഇല്ലാത്ത അവസ്ഥ, സീറോസ്പെർം, അവർക്ക് നമുക്ക് എന്തുകൊണ്ടില്ല എന്ന് പറഞ്ഞ് അതിനും കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ തലച്ചോറിന് മിനിമം കൗണ്ട് ഒരു നോർമൽ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ സാർ ഒരു വലിയ കുഴപ്പമില്ലാത്ത കൗണ്ട്, മോർഫോളജി ഒക്കെ ഒരു 2%, 4 വേണ്ടത് 2%, മോട്ടിലിറ്റിയും വലിയ കുഴപ്പമില്ല, 30 വേണ്ടത് 20%. ഇവർക്കൊക്കെ നമുക്ക് ഞാൻ സാധാരണ പറയുന്നത് ഒന്ന് നമുക്ക് കഴിവതും അവിടെ എങ്ങനെ ചൂട് കുറയ്ക്കാം. ചിലവർ നല്ല സ്ഥിരമായിട്ട് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നവരായിരിക്കും, അപ്പം അതൊക്കെ ഒന്ന് തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ പറയും. ജീൻസ് സ്ഥിരമായിട്ട് ഇടുന്നവരായിരിക്കും, അപ്പോൾ ടൈറ്റ്. അപ്പം കഴിവതും വീട്ടിലൊക്കെ നിൽക്കുമ്പം നിങ്ങൾ ഇന്നേഴ്സ് ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ഈ കൂടുതൽ ചിലപ്പോൾ ഈ ഇപ്പം സ്വിഗ്ഗി അങ്ങനെയുള്ള കൂടുതൽ ബൈക്ക് ഓടുന്ന പിള്ളേരായിരിക്കും, അപ്പോൾ അവരടുത്ത് നമ്മൾ പറയും കഴിവതും നിങ്ങൾ എന്തെങ്കിലും അതിലൊരു അല്ലെങ്കിൽ രാത്രി ഓടാൻ ശ്രമിക്കുകയോ, ആ വെയിൽ സമയത്ത് കഴിവതും നിങ്ങൾ ബൈക്ക് ഓടുന്നത് കുറച്ചൊന്ന് കുറയ്ക്കുക. ചൂട് ഒരുപാട് കൂടുതൽ വരാതെ നോക്കുക, വ്യത്യാസം ഉണ്ടാവും. പിന്നെ നല്ല ഭക്ഷണം കഴിക്കുക, ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് ബെറ്റർ ആക്കുമെന്ന് പറയുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ് ആൻറ്റി ഓക്സിഡൻസ് ഉള്ള, അപ്പോൾ ഈ വൈറ്റമിൻ സി കണ്ടന്റുകളുള്ള പുളിയുള്ള ഫ്രൂട്ട്സ് അതൊക്കെ നല്ലതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ നല്ല ഭക്ഷണം, നമ്മൾ സാധാ പറയുന്ന പോലെ ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്യും. ഇങ്ങനെയുള്ള എല്ലാ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും മെയിലിൻ്റെ ഈ പറഞ്ഞ ലെവലിലുള്ള, അതായത് ഇച്ചിരി കുറവുള്ള മെഡിക്കേഷൻ വേണ്ടതാണ്. അതിൻ്റെ കൂടെ നമ്മളൊരു ആൻറ്റി ഓക്സിഡന്റ് കൂടെ കൊടുക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും ഒരു വെരിക്കോസിൽ എന്നൊരു കണ്ടീഷൻ ഇല്ലേ, അതുകൊണ്ടും കൗണ്ട് കുറഞ്ഞൂടെ? അതും കുറേ തെറ്റിദ്ധാരണയാണ് സാർ. എല്ലാവരും പറയും സാറേ എനിക്ക് കൗണ്ട് തീരെ കുറവ്. എൻ്റെ അടുത്ത് ഇത് ഇന്നലെ വന്നൊരു പേഷ്യൻ്റാണ്, 2 മില്യൺ കൗണ്ട്. സാറേ എനിക്ക് വെരിക്കോസീൽ ഉണ്ടായിരുന്നു, ഞാൻ സർജറിയും ചെയ്തു, എന്നിട്ടും അങ്ങ് ശരിയാവുന്നില്ല. പക്ഷെ അത് തന്നെ തെറ്റിദ്ധാരണ. ഈ 2 മില്യൺ 3 മില്യൺ ഒരിക്കലും വെരിക്കോസീൽ കാരണം ഉണ്ടാകത്തില്ല. വെരിക്കോസീൽ എന്ന് പറഞ്ഞാൽ എന്തായാലും വൃഷ്ണത്തിന്റെ പുറത്തുള്ള ആ രക്തധമനികളിൽ കുറച്ച് രക്തം തളം കെട്ടി കിടക്കുന്നു, അത് കാരണം ടെമ്പറേച്ചർ ഇച്ചിരി കൂടുന്നു, അത് കാരണം ഇവർ ഇച്ചിരി അത്ര കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ കൗണ്ട് ചിലപ്പോൾ സ്വല്പം കുറവായിരിക്കാം. ഈ 15 മില്യൺ 17 മില്യൺ ഒരിക്കലും ആവില്ല. മോർഫോളജി ചിലപ്പോൾ ചെറുതായിട്ടൊരു അബ്നോർമൽ ആയിരിക്കാം. അപ്പോൾ ഏത് പേഷ്യൻ്റാണ് വെരിക്കോസീൽ സർജറി വേണ്ടത്? ഗ്രേഡ് 3-4, ഗ്രേഡ് 1 ഉം 2 വേണ്ട. ഗ്രേഡ് 3-4 വെരിക്കോസിൽ
along with sperm abnormality. അതായത് സ്പേം നോർമലാണ്, ഗ്രേഡ് 3 വെരിക്കോസിൽ ഉണ്ടെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ സർജറി ചെയ്താൽ മതി, അല്ലാതെ വേണ്ട. അപ്പം സ്പേം പ്രശ്നമാണ്. ഗ്രേഡ് 3, 4 വെരിക്കോസിൽ സ്കാനിങ്ങിൽ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ സ്കാനിങ്ങോ എക്സാമിനേഷനോ ഇതിൽ കണ്ടുപിടിച്ചുള്ളവർക്ക് മാത്രം മതി ട്രീറ്റ്മെന്റിലേക്ക് പോകേണ്ടത്. ഓക്കെ ഓക്കെ. അപ്പം നമ്മളത് ബാലൻസ് ചെയ്തു. ഇപ്പം മെയിലും എത്തി ഫീമെയിലും എത്തി. പക്ഷെ ഈ പറഞ്ഞതിൽ നിന്നൊക്കെ ഒരുപാടുണ്ട്. അപ്പം അത് നമുക്ക് എന്തായാലും വേണം. അതിലൂടെയൊക്കെ അതിലിപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചോ സർജറിയെക്കുറിച്ചോ അല്ല നമ്മുടെ ടോപ്പിക്ക്. നമ്മൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവരെങ്ങനെ നമ്മൾ ഇൻഫെർട്ടിലൈറ്റിലാവാതെ ടിപ്സ് കൊടുത്ത് രക്ഷപ്പെടുത്താൻ പറ്റുന്നെങ്കിൽ അതാണ് നമ്മുടെ ഒരു ടോപ്പിക്ക്. ഡെഫിനറ്റ്ലി ഇതിനും കണ്ടിന്യൂഷൻ വേണം. ഓക്കെ, വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ നമുക്ക് അത് കൂടുതൽ നമ്മൾ മനസ്സിലാക്കിയാൽ പോരെ ഡോക്ടറെ. നമുക്ക് നമ്മുടെ ആൾക്കാരിൽ ഇതെത്തണം. അവരുടെ ശരീരത്തിൽ എവിടെ നിന്ന് ഈ സ്പേം വരുന്നു, അതിൻ്റെ ഫങ്ഷൻ എന്താ. ടെസ്റ്റിസിന് കിഡ്നി എന്ന് പറയുന്നവരുണ്ട്. എൻ്റെ കിഡ്നിക്ക് ചെറിയ വീക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഈ അവയർനെസ് ഇല്ല. അവനവൻ്റെ ശരീരത്തിലെ സാധനം, അതിൻ്റെ ഫങ്ഷനും അവയർ അയാൾ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യും അതിനെ. യു ഷുഡ് നോ. അതിലേക്കാണ് നമ്മുടെ വെൽനസ് വാച്ച് കൊയിലോൺ സ്കാൻസ് പോകുന്ന. അടുത്ത ഒരു ടോപ്പിക്കിൽ നമ്മൾ വേറെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് വരും. ഈ ബിസി ഷെഡ്യൂളിൽ വീണ്ടും ഡോക്ടർ ഉണ്ണികൃഷ്ണന് വേണ്ടി സ്പെൻഡ് ചെയ്ത ടൈം ഒരിക്കലും നഷ്ടമാകത്തില്ല നിങ്ങൾക്കും എനിക്കും. താങ്ക് യു സർ.